ശ്രദ്ധയുള്ള ഒരു നല്ല സദസ്സിന് പ്രാധാന്യം നൽകി ഞങ്ങളോട് ആത്മാർത്ഥമായി സഹകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതൊരു പീരിയോഡിക് ഫിഷൻ നാടകമായതുകൊണ്ട് രംഗവേദിയിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ള എല്ലാ ദീപങ്ങളും ബന്ധപ്പെട്ടവർ നിർബന്ധമായും അണച്ചു തരിക. നാടകാസ്വാദനത്തിനും അവതരണത്തിനും ഒരുപോലെ തടസ്സം സൃഷ്ടിക്കുമെന്നതുകൊണ്ട് രംഗവേദിയിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ള എല്ലാ ദീപങ്ങളും ബന്ധപ്പെട്ടവർ ദയവ് ചെയ്ത് അണച്ചു തരിക. ഇന്ന് ഈ വേദിയിൽ ശബ്ദപ്രകാശ ക്രമീകരണത്തിന് ഞങ്ങളുടെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കല സൗണ്ട്സ് ആൻഡ് ഈവൻസ് പനച്ചുവിള അഞ്ചലിനും അതിൻ്റെ പ്രഗത്ഭരായ പ്രവർത്തകർക്കുമുള്ള നന്ദിയും സ്നേഹവും നാദം എന്നും മനസ്സിൽ സൂക്ഷിക്കും. അതോടൊപ്പം ഞങ്ങളുടെ ഈ നാടകം ഈ പ്രദേശങ്ങളിൽ ബുക്ക് ചെയ്യുന്നതിന് ബന്ധപ്പെടേണ്ട നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങളല്ലല്ലോ അമ്മേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ ഓർത്തോ ജീവിതം തലകീഴായി ഈ വിധത്തിൽ മാറി മറിയുമെന്ന്? എത്ര മാറി പറഞ്ഞാലും നീ എടുത്ത തീരുമാനം ഈ അമ്മയ്ക്ക് അംഗീകരിക്കാനാവില്ല. നിന്നെ കുറിച്ച് അഭിമാനിച്ചിരുന്ന എനിക്ക് പോലും അറപ്പ് തോന്നുന്നുണ്ടാവും അല്ലേ? സാരമില്ല, മുന്നോട്ട് വെച്ച കാല് ഇനി പിന്നിലേക്ക് വലിക്കാനാവില്ല. ഒന്നും പറയണ്ട. ഇനി എനിക്ക് എന്റെ വഴികൾ, എന്റെ ന്യായം, ഞാൻ നിശ്ചയിക്കുന്ന നീതി, ജീവനും ജീവിതവുമെല്ലാം കൺമുന്നിൽ കടലെടുത്തു പോയൊരുത്തിയുടെ തീരുമാനങ്ങൾ. നിന്റെ തീരുമാനം ആരുടെയും യോജിപ്പ് എനിക്ക് ആവശ്യമില്ല. ഉച്ചി മുതൽ ഉടൽ അറുതി വരെ ജീവിതം നെടുകെ പിളർന്നു പോയവരുടെ ഊഴമാണിനി. ജന്മവും ജാതിയും ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റിയ പെണ്ണൊരുത്തിയുടെ തീപ്പെട്ട ജീവിതത്തിന്റെ ശേഷിക്കുന്ന ഊഴം സീതയും ഗാന്ധാരിയും ദ്രൗപദിയും മാത്രമല്ല, വിരലറ്റ് വീണ ഏകലവ്യന്റെയും
ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും, വീരവും പ്രണയവും, പകയും പ്രതികാരവും, ഭക്തിയും രതിയും, ചതിയും ചമൽക്കാരങ്ങളും എല്ലാം നിറഞ്ഞ അത്ഭുത കഥകളുടെ അക്ഷയഖനികൾ. ഇതോടൊപ്പം തന്നെ പുരാണേതിഹാസങ്ങളിലും ഐതിഹ്യങ്ങളിലും ചരിത്രങ്ങളിലും പെടാത്ത മെഡീവൽ കാലത്തിന്റെ കഥകൾ പറയുന്ന മൗലികമായ കാൽപ്പനിക സൃഷ്ടികളും ഈ രാജ്യത്ത് പിറന്നു. മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമ്മൾ അവയെ പീരിയോഡിക് ഫിക്ഷൻസ് എന്ന് വിളിച്ചു. വള്ളുവനാട് നാദമൊരുക്കുന്ന ഈ നാടകവും ഒരു പീരിയോഡിക് ഫിക്ഷനാണ്. ഉത്തരേന്ത്യൻ പശ്ചാത്തലം അടിസ്ഥാനമാക്കി ഞങ്ങൾ സൃഷ്ടിച്ച മൗലികമായ ഒരു കഥയുടെ അരങ്ങൊരുക്കം. നൂറ്റാണ്ടിന്റെ ബൃഹത് സംഭവങ്ങളൊന്നുമില്ലാതെ ആദ്യകാലം മുതൽ ഇന്ന് വരെയുള്ള ഭരണകൂടങ്ങളും വ്യവസ്ഥകളും അധികാര സംസ്ഥാപനത്തിനായി നടത്തുന്ന ജാതീയത, വർഗഭേദം, ഏകാധിപത്യം, നീതി നിഷേധം, സ്ത്രീവിരുദ്ധ നയങ്ങൾ, ചവിട്ടി അരയ്ക്കപ്പെടുന്ന മനുഷ്യത്വം തുടങ്ങിയവയെ ഒരു രാജകഥയുടെ പശ്ചാത്തലത്തിൽ നടപ്പുകാലത്ത് വരച്ചിടുകയാണ് ഞങ്ങൾ. വള്ളുവനാട് നാദം അവതരിപ്പിക്കുന്നു ഊഴം. ഇവന്റെ നാവർക്ക് വേഗം
ഒരുപാടുണ്ട്. വിജയിക്കാൻ പാടില്ല. മായാമുഖി പ്രണയിക്കുന്നത് ആര്? മനസ്സിൽ ഇഷ്ടം നിറച്ചത് ചാർത്തിയാൽ ദീർഘകാലം അവരുടെ പ്രണയം കാണുമെന്ന് വിശ്വാസം ചാർത്തട്ടെ. ജാതിയിലും ജാതകത്തിലും താഴ്ന്ന കേവലം ഒരു സൂതന്റെ മകന്, അതിലും കേവലനായ ഒരു തേരോട്ടി ചെക്കന് മഹാപീഠത്തിന്റെ കുമാരി മായാമുഖി പ്രണയപൂർവ്വം നെറ്റിയിൽ കുറി വരിക. സാമ്രാജ്യവും പ്രജാപതിയും അറിയാതെ, നായും നരിയും നരനും അറിയാതെ എന്നെയും കുട്ടി ഉലകം ചുറ്റും ജീവിതം അതെന്റെ ഒപ്പം തന്നെ നെഞ്ചിത്തൊന്നും പറയുന്നു. പട്ടിണികൊണ്ടും പലകളിലൊക്കെ കുതിരലായം കഴിയും ഇരിഞ്ഞു തീരാൻ ഒരുത്തനെയാണ്. സൂതനായി ജനിച്ചത് അനഘന് തെറ്റാണ്. രാജകുമാരിയെ പിറന്നത് എന്റെ മികവാണ്. ഇതിനു മാത്രം പുണ്യം എന്താവും ഈയുള്ളവൻ ചെയ്തിട്ടുണ്ടാവും? പുണ്യം ചെയ്തത് ഞാനാണ്. നിസ്സഹായനായ അച്ഛന്റെയും അപകടകാരിയായ രണ്ടാനമ്മയുടെയും പുരോഹിതന്റെയും ഇടയിൽ ജീവിതം തളച്ചിടപ്പെട്ട എനിക്ക് കുതിരയെ ഓട്ടുമ്പോൾ സ്വയം കവിതയുണ്ടാക്കി പാടുന്നത് നിമിഷ കവിയായ തേരോട്ടി ചെക്കനോട് തോന്നിയ കൗതുകം അടുത്തറിഞ്ഞപ്പോൾ അത് അനുരാഗമായി വളർന്നു. പിരിയാൻ കഴിയാത്ത വിധം മനസ്സിനോടൊട്ടിപ്പോയി എന്നെ തിരിച്ചു. എൻ്റെ ഉള്ളിലുള്ളത് പ്രണയമാണ്, പ്രണയം മാത്രം. നീ
ചെലക്കാതെ വാർത്തളപ്പിൽ നിന്ന് മാറിക്ക് ഭയം. മായാമുഖിയുടെ മേനിയിൽ കോറിലേൽപ്പിക്കാനുള്ള ചങ്കുറപ്പുണ്ടോ ബാജിറാം? ഉണ്ടെങ്കിൽ ഈ നിമിഷം നീ ഉടവാളം നാഞ്ഞു താഴ്ത്ത്. റാണാജിയുടെ മകളുടെ കൊലവള്ളി തുറച്ച് പായട്ടെ നിന്റെ ആണത്തത്തിന്റെ ലോകമുല. അനഘ, നീ രക്ഷപ്പെട്ടോ? ഇല്ലെങ്കിൽ ഇവൻ നിന്നെ ഒടുക്കും. ഇവൻ എന്നെ ഒന്നും ചെയ്യില്ല. നീ രക്ഷപ്പെട്ടോ? പുറത്ത് പടയാളികൾ ഒരുപാട് പേരുണ്ട്. തോൽക്കുമെന്ന് ഉറപ്പുള്ളിടത്ത് സാഹസം ധൈര്യമല്ല, ഭീരുത്വമാണ്. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്. വെട്ടിയെടുത്ത് കുന്നമതിൽ കോർത്തി അവന്റെ തലയെടുക്കണം. അങ്ങനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളൂ. ഞാനും അതേ ചെയ്യുന്നു. എനിക്കേറെ അടുപ്പം തോന്നിയ ഒരാളെ സ്നേഹിച്ചു. ജാതിയിൽ മുന്തിയവരെ മാത്രം
അതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നവരുടെ കുലവും ജാതിയും ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഭാരതവർഷത്തിന്റെ ദൈവിക പാരമ്പര്യമാണ്. രാജാക്കന്മാരും ഈശ്വരീയ ഭാവങ്ങളും തന്നിൽ കാണുന്നവരുടെ ചരിത്രമില്ല. തെറ്റ്. ലോകം മുഴുവൻ ആരാധിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജാതി ഏതാണ്? രാമായണം എഴുതിയ വാൽമീകിയുടെ ജാതി ഏതാണ്? മഹാഭാരതം എഴുതിയ വ്യാസനെ ജനിപ്പിക്കാൻ പരാശരമുനി പുഴവക്കിലെ കോഴിമണലിൽ വെച്ച് പെണ്ണിനെ പ്രണയിച്ചതും പ്രാപിച്ചതും ജാതിയാണെന്ന് നോക്കിയിട്ടാണ്. അത്ര വലിയ മഹത്തുക്കൾക്കൊന്നുമില്ലാത്ത ജാതി ഈ മായാമുഖിക്കും വേണ്ട. വാക്കാലേക്ക് മകൻ നിർമ്മിച്ചവൻ എന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാത്തത് എന്റെ വേദനയായിട്ടുണ്ട്. അതെനിക്കും കൂടെ തോന്നിന്റെ കാര്യമാണ്. വിവാഹം എന്നാൽ ജീവിതം പങ്കിട്ടെടുക്കുന്ന രണ്ടുപേരുടെ മനച്ചേർച്ചയാണ്. രണ്ടിൽ ഒരാൾക്കതില്ലെങ്കിൽ കഴിഞ്ഞില്ലേ? ഈ ജന്മം എനിക്ക് താങ്കളോട് ഉണ്ടാകുന്ന വാചകം. എനിക്കുയിരുണ്ടെങ്കിൽ ഞാൻ അനഘനെ മാത്രമേ വിവാഹം കഴിക്കൂ. ജാതിക്കാരിൽ പിറന്ന മകനാണെന്നോ ഈ അഴകൻ? എങ്കിൽ നമ്മൾ
ഇന്നിരുണ്ട് വെളുക്കും മുമ്പ് നമുക്കവനെ വേണം. അനകന ജീവനോടെയും അവന്റെ അമ്മയെ ശവമായിട്ടും അല്ല, ഞാൻ പറഞ്ഞൊന്നും കള്ളമല്ല, സത്യങ്ങളാണ്. ഞങ്ങൾ ഇഷ്ടത്തിലായത് പിരിയാൻ കഴിയാത്ത വിധം ഒന്നായതും കള്ളമല്ല. ശിവാജി, മായാമുഖി തന്നയച്ച തീരുമാനമാണ്. ഞാനിപ്പോൾ ഉദ്യാനമാളികയിൽ വീട്ടുതടങ്കലിലാണ്. നിങ്ങൾ അമ്മയും മകനും ആരാണെന്ന് പുരോഹിതർ കപാലനും മഹാറാണിയും അറിഞ്ഞു കഴിഞ്ഞു. എത്രയും വേഗം അമ്മയെ അവിടെ നിന്ന് മാറ്റുക. അമാന്തം വരുത്, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ആപത്ത്. സ്നേഹത്തോടെ മായാമുഖി. അനകന്റെ മാതാവ് ധൈര്യമായിരിക്കണം. മഹാറാണിയുടെയും പുരോഹിതന്റെയും ഭരണാധിക്രമമുണ്ട്. ജീവിതം നഷ്ടപ്പെട്ടു ഞങ്ങൾ കുറച്ചു നേരത്തിൽ എന്റെ മകനെ തൂക്കിലേറ്റിച്ച് ശിക്ഷ നടപ്പിലാക്കുന്നത് എന്റെ കൈകൊണ്ട ഏത് പുണ്യനദിയിൽ മുങ്ങിയാലും തീരാത്ത പാവം. ആരുടെയും കണ്ണിൽപ്പെടാതെ ഞാൻ നിങ്ങളെ സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കും. നീ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. നിന്റെ അമ്മയാണ് ഉള്ള മാപ്പാക്കം. ഞാനും കുമാരി മായാവി പരസ്പരം വെളിച്ചത്തിലായിപ്പോയി. എന്നെ കൊന്നു. എന്റെ അമ്മയെ രക്ഷിക്കണം. നിന്റെ അമ്മയാണ് എന്നെ കൊന്നിട്ടല്ലാതെ അങ്ങേക്ക് എന്റെ അമ്മയെ ഒന്നും ചേർക്കണില്ല. അമ്മയെ കാണാനല്ല ഞാൻ വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പിതാവ് നാട് കടത്തി ഭർത്താവിനെ വധിച്ച് എന്റെ അനുശക്തിയെ കാണാൻ. ഒരമ്മയുടെ വയറ്റിൽ പങ്കുപറ്റി അകത്തറയിലെ കിളിവാതിലൂടെ നോക്കുമ്പോൾ പണിച്ചെറിഞ്ഞ തലയിൽ ചോരെ കണ്ണിൽ കണ്ണീരുമായി കഴുതപ്പുറം കയറി പോകുന്ന നിന്റെ ഞാൻ അവസാനമായി കണ്ടത്. സാരമില്ല ചേട്ടാ, അതിലെനിക്ക് ദുഃഖമില്ല. കൊല്ലം വന്നു കഴിഞ്ഞ് അനകന്റെ പിതാവിനെ അച്ഛന്റെ ആളുകൾ കഷണങ്ങളാക്കി വെട്ടി നുറുക്കിയപ്പോ ഞാൻ ചേട്ടനെ ഓർത്തു. അടുത്തുണ്ടായിരുന്നെങ്കിൽ അടുത്തായിരുന്നു പറഞ്ഞ് കരയാനെങ്കിലും ചേട്ടനുണ്ടാകുമായിരുന്നല്ലോ എന്ന്.
തൽക്കാലം നീ ഇവിടെ അതിർത്തി കടത്തി ഉത്തര കാലത്ത് ഏതെങ്കിലും ഒളി ഇടത്തിലാക്കണം. സ്വന്തം പെങ്ങളെ തലമുണ്ടനം ചെയ്ത് നാട് കടത്തിയിട്ടും അവളുടെ ഭർത്താവിനെ ചിത്രവധം ചെയ്ത് കൊന്നിട്ടും മിണ്ടാതെ നിന്ന് അങ്ങയ്ക്ക് സ്വന്തം മകളും അവരുടെ ജീവിതവും എന്ത് അല്ലേ? മഹാപീഠത്തിന്റെ പ്രജാപതിയാണോ ഈ പറയുന്നത്? നിസ്സഹായ അവരിക്കല്ല നമ്മുടെ മുഖത്തേക്ക് തുപ്പാക്കുമായിരിക്കും. നാട് ഭരിക്കേണ്ടവരായിട്ടും നട്ടലിന് വെള്ളമില്ലാതെ പോയ ഈ കഴിവിനത്ര മുഖത്തേക്ക് തുപ്പ
രാജ്യദ്രോഹ പ്രവർത്തനം നടത്തി ദേശദ്രോഹ കുറ്റം പുലുകി എന്നീ കുറ്റങ്ങൾ അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടതിനാൽ പ്രതിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ലാത്തതിനാൽ ശിക്ഷാവധി നടക്കട്ടെ. മുഖം മൂടി മാറ്റി തല കുലുക്കിൽ വെക്കോ. അയ്യോ, ഇത് ബാജിറാവാണ്. ബാജിറാവ്. ഇതെങ്ങനെ സംഭവിച്ചോ? ഇതെങ്ങനെ സംഭവിച്ചോ? ഒന്ന് പറയാനുള്ളേ. അവനോട് തെറ്റ് ചെയ്തിട്ടില്ല പിതാവേ. ഇന്നലെ രാത്രി അധികം പാർട്ടി ചിരിത്തറിയിൽ ചെല്ലുമോ അവനാണ് എന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതും വായിൽ തുണിഞ്ഞിരിക്കുക അവന്റെ വസ്ത്രങ്ങളാണ് ധരിപ്പിച്ചത്. അപ്പൊ മകൻ എനിക്കറിയില്ല, അവൻ രക്ഷപ്പെട്ടില്ല. തൂക്കുമരത്തിന്റെ ചൂട് വരെ എന്റെ മോനെ എത്തിച്ചോടാറിയോ? എങ്കിൽ നീ കേട്ടോ, നീ എവിടെയുണ്ടെങ്കിലും നിന്നെ വെറിയോടെ വേട്ടയാടി പിടിച്ചെന്റെ കഴുത്തിന്റെ കാൽക്കീഴിട്ട് ഞെരിച്ചൊടുക്കിയില്ലെങ്കിൽ എന്റെ പേര് കപാലയെന്നല്ല, ഞാൻ ആളല്ല. ആളും കുതിരകളും ഒഴുകട്ടെ. വരുമോ ആളാണ്? അയോഗ്യമായ സമയം. ഞാനെത്തും മുമ്പ് വിവരം മകളെ അറിയിക്കാൻ തിടുക്കപ്പെട്ട് ഓടിയെത്തിയ പ്രജാപതി അകത്തവരുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തിക്കൊള്ളാൻ ഉപദേശിച്ചു വാങ്ങ്. ഇതെന്താ മഹാപീഠത്തിന്റെ പ്രജാപതിക്ക് മകനെ കാണണമെങ്കിൽ മറ്റാരെങ്കിലും മുൻകൂർ അനുവാദം ആവശ്യമുണ്ടോ? വേണം. ഈ എന്റെ അങ്ങാണ് പ്രജാപതി, കപാലനല്ല. അങ്ങനെന്താണ് മിണ്ടാ? ഇപ്പൊ രാജ്യം ഇയാളുടേതല്ല, നമ്മുടേതാകാൻ അധിക ദിവസങ്ങളുമില്ല. എങ്കിൽ എന്നെ പൊളിച്ച്
കപാലിയുടെയും ബാജിയുടെയും ആൾക്കാരുടെ കണ്ണിൽ പെടാതെ ഇവിടെ കഴിയും. എന്നിട്ട് മാനത്ത് വെള്ളി വീണ് തുടങ്ങുമ്പോൾ പോകും. 6 കാലം കഴിഞ്ഞാൽ പുഴ കഴിഞ്ഞ ചവേരിക്കാട് കാട് കയറി ആദ്യത്തെ എടുത്തോട്ടിൽ ഇടുങ്ങിയ 3.5 കാലം കഴിഞ്ഞ ഗ്രാമത്തിൽ അവിടെ മണിക്കൂറിന്റെ കണ്ടവരുണ്ടാവും. അതിലൊന്നിൽ കയറി രജപുത്താനേക്ക് യാത്ര തിരിക്കും. ഇനി ഞാൻ നിന്നാൽ അപകടമാണ്. ഞാൻ പൊക്കോട്ടെ മക്കളെ. ഈ രാത്രിയിൽ എങ്ങനെ ശിവപ്പാനി തെക്കോട്ട് 4 നാളുകൾ കഴിഞ്ഞ അടുത്ത ഗ്രാമത്തിൽ ഒരു സത്രമുണ്ട്. ഇന്ന് അവിടെ തന്നെ വെളുപ്പിന് പോകും. പൊക്കോട്ടെ മക്കളെ. ശിവപ്പ, അല്പം ആഹാരം അഭയാർത്ഥികളുടെ അത്താഴം. ആഗ്രഹവും പ്രാർത്ഥനയും ഒന്നും. ഒരു നാൾ നിങ്ങൾ 3 പേര് തിരിച്ചു അഭയാർത്ഥികളായിട്ട് മഹാപീഠത്തിന്റെ അവകാശികളായിട്ട്. എങ്ങോട്ടാ? ഈ പാലം കടന്ന് വലത്തോട്ട് അല്പം പോയാൽ മതി. അതെ, ശിവാജിയല്ലേ മകൻ ചന്ദാജി എന്ന സുഹൃത്തായിരുന്നു. അനഘനെയും കുമാരിയെയും ഭദ്രമായി ഒളിപ്പിച്ചോ? എല്ലാം എനിക്കറിയാം. എന്നാ ഞാൻ ഇങ്ങോട്ട് പൊക്കോട്ടെ. അനഘനെയും മായാമുഖിയെയും മികച്ച തന്നെ ഒളിപ്പിച്ചോ ശിവാജി? എങ്ങോട്ട് പോവാൻ ശിവാജി? കപാലനെ ലിംഗനാക്കി അനഘനെയും മായാമുഖിയെയും രക്ഷപ്പെടുത്താൻ കയ്യിൽ കാണിച്ച ശിവാജിയുടെ മുഖത്തുണ്ടാവൊരു ഭയം പറയടാ, അവരെവിടെയുണ്ട്? ഞാനറിയാം. വേണ്ട പിതാവേ, നീ പറയാ മതി. പറയടാ, അവരെവിടെയുണ്ട്? ഞാൻ അറിയില്ല. മര്യാദ പറയുന്നതാ നല്ലത്. നിന്റെ മകൻ ചന്ദ്രാജിയുടെ അവസ്ഥ അറിയാമല്ലോ. പറഞ്ഞില്ലെങ്കിൽ പ്രായം തിരിയാത്ത നിന്റെ മകൻ ഞാൻ മൂലത്തിൽ വരുന്നു. ജീവനെത്തു. മൂഢ, അവർ പോയ വഴി അറിയാവുന്ന ഒരേ ഒരുത്തനെ കൊന്നുകളഞ്ഞില്ലടറിയോ? നിന്റെ ഈ തിടുക്കവും ബുദ്ധിശൂന്യതയുമാണ് കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത്. ക്ഷമിക്കണം പിതാവ്, ഇനി നമ്മൾ അവരെ എങ്ങനെ കണ്ടെത്തും? വഴിഞ്ഞാട്ട് പോയാൽ കടൽ നീന്തിക്കടക്കാൻ കഴിയില്ല. നാവികപ്പട കണ്ടെത്തും. തെക്കോട്ട് പോയാൽ ദക്ഷിണക്കോട്ട, അതിർത്തിയിലെമ്പാടും പടയാളികൾ. കിഴക്ക് വഴുവഴുപ്പുള്ള പാറക്കെട്ടുകൾ. എത്ര അഭ്യാസിയാണെങ്കിലും ഒരു പെണ്ണിനതും നടന്നു കയറാൻ കഴിയില്ല. വടക്ക് ഉത്തര കാനനം. അതെ അതെ അതെ, പോയത് കാട് വഴി തന്നെ. അവരവിടെ തന്നെയുണ്ടോ? ഉത്തര കാനനത്തിൽ. ഈ കൊടുങ്കാട്ടിൽ പാതിരാത്രിക്ക് ഒരു ഗോത്രവൈദ്യനെങ്കിലും ഈ ശരീരത്തിൽ നിന്നും വിഷം കളയാൻ എനിക്ക് പറ്റില്ല. അയ്യോ, അതെന്താ? ഈ ശരീരത്തിൽ വിഷമില്ലാത്തതുകൊണ്ട് മനസ്സിലായി. കാട്ടുമുത്തപ്പ ഉണർന്നു, എന്റെ മോൾ ഉണർന്നു. താങ്കൾ എന്ത് അത്ഭുതമാണ് കാട്ടിയത്? അറിയാം, ഇവിടെ നാഗമുണ്ടായെന്നിരിക്കാം. പക്ഷേ അത് ഈ കുഞ്ഞിനെ കടിച്ചിട്ടില്ല. കാലിൽ വേദന തോന്നിയത് സൂചിപ്പുല്ല് കൊണ്ടതില്ല. പിന്നെ ബോധം നഷ്ടപ്പെട്ടത് ഉള്ളിൽ വിഷമുള്ളത് കൊണ്ടല്ല, ഉള്ളിൽ ഒരു ജീവനുള്ളത് കൊണ്ടാണ്.
ഇതിന്റെ അർത്ഥം എന്താണ്? കുഞ്ഞ് ഈ ഗർഭവതിയാണ്. മോളെ, അമ്മയെ കേട്ടത് സത്യമാണോ? ഈ ശുഭവാർത്തയ്ക്ക് ദക്ഷിണ ഞാൻ എന്താണ് തരേണ്ടത്? ഇപ്പോഴൊന്നും വേണ്ട. പിന്നെ ഞാൻ വൈദ്യൻ മാത്രമല്ല, ഒരു ജോത്സ്യൻ കൂടിയാണ്. അടുത്ത യാത്രയിൽ കുഞ്ഞടക്കം നിങ്ങൾ 4 പേരും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രം വരിക. അപ്പോൾ പറയാം എന്റെ ദക്ഷിണയെ കുറിച്ച്. അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം എത്രയും പെട്ടെന്ന് ഈ കാട് നിങ്ങൾ നോക്ക്. നല്ലത് വരാനും പ്രാർത്ഥന. അമ്മയൊന്നും ചെയ്യരുത്. എന്നെ കൊന്നോളൂ, എന്നെ കൊന്നോളൂ. അമ്മയും കുമാരി ഒന്നും ചെയ്യരുത്. മോളെ, എന്നെ നോക്കണ്ട. അനഘനെയും ആ സരമയില് ഇവന്റെ ഈ കപാലിനെ നെഞ്ചിലാക്കി. മകളെ, ഈ വാളിന്റെ മുന്നിൽ ഇവന്റെ കഴുത്ത് നിർത്തുന്ന കാലം നിങ്ങൾ ആരെയും ഭയക്കണ്ട. ഈ രാത്രി മുഴുവൻ ഞാൻ ഈ നിൽപ്പു നിൽക്കാം. ആ നേരം കൊണ്ട് നിങ്ങൾ ഈ ദേശം കിടക്കണം. പൊയ്ക്കോ. അപ്പൊ അമ്മയോ? ജീവിതം കണ്ടും കൊടുത്തും പതിനേഴ് ഈ നിമിഷം മരിക്കുന്നതും വീരവഴക്കം നേടുവാനുള്ള അഭിമാനം. പൊയ്ക്കോ. ഇല്ല, അമ്മയെ കൊന്നു ചെയ്യുന്നില്ല. ജീവിക്കുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച്, മരിക്കുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച്. രക്ഷിക്കണം പിതാവേ, കാട് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംഗതി ഞാൻ പറയാം. ഈ നിമിഷം മുതൽ നിങ്ങളെ ഉപദ്രവിക്കാനുള്ള തീരുമാനം കപാലം മാറ്റുന്നു. ഇനി ഞാനോ നമ്മുടെ ആളുകളോ വരില്ല. ആയുധം മാറ്റും. ആരെയൊന്നും ചെയ്യല്ലോ. നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? മഹാപീഠം വാഴും ദേവിയാണ് സത്യം. ആയുധം മാറ്റും. ആരെയൊന്നും ചെയ്യല്ലോ. ആദ്യം അമ്മയും മായാമുക്കും പുറത്തുള്ള കുതിരമേൽ പോകും. അവർ പോയി മറഞ്ഞ ശേഷം മാത്രമേ ബാജുരാവുവിന്റെ കഴുത്തിൽ നിന്നും ഞാൻ ഈ കരവാൾ മാറ്റും. സമ്മതമാണോ? സമ്മതമാണെന്ന് പറയുന്നതാണ്. പാല് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. മായാമുഖി, നിനക്ക് നന്നായി കുതിര ഓട്ടാൻ അറിയാമല്ലോ. അമ്മയും കുട്ടി നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ച സ്ഥലത്തേക്ക് പോയിക്കോളൂ. നിങ്ങൾ വിദൂരത്തായി ഉറപ്പായ ശേഷം ഞാൻ എത്തിക്കൊള്ളാം. മോനെ, പൊക്കോ. മോനെ,
ചിതയിൽ ചാടാൻ തീരുമാനമെടുത്തപ്പോ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചതാണല്ലോ. പിന്നെ ഇപ്പോഴത്തെ ഒരു മാറ്റം. ഓ, മരണഭയമുണ്ടാകുമല്ലേ? തിരികെ മടങ്ങിയിട്ടാണെങ്കിലും കപാലരുടെയും ബാജിറാവുവിന്റെയും കാല് തക്കിയിട്ടാണെങ്കിലും മഹാവിടത്തിന്റെ കുമാരിയാവാൻ മോഹമുണ്ടായിട്ടാണ്. അതിന് എന്നെ തടയുന്നത് എന്തിനാ? അതെ, എനിക്ക് ഇനി ജീവിക്കണം. അനഘൻ എനിക്ക് തന്ന കുഞ്ഞിനെ പ്രസവിക്കണം. അനഘൻ മരിച്ചത് ആരുടെയും ചിതയിൽ ചാടിയല്ല. അവസാന നിമിഷം വരെ അമ്മയ്ക്കും പ്രേയസിക്കും വേണ്ടി പോരാടി ചത്തവന്റെ വീരം കാക്കാൻ അവന്റെ ചിതയിൽ ചാടി ചാമ്പലായി പറഞ്ഞിട്ട് എന്ത് കാര്യം? അവനെ ഒടുക്കിയവർ ഈ ഭൂമിയിൽ അഹമ്മതിയോടെ ജീവിക്കുമ്പോ ഞാനും അനഘന്റെ കുഞ്ഞു ചിതയിൽ ചാടുന്നത് എന്തിനാ? പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ജീവിക്കാൻ കഴിയുന്ന ചിലതെങ്കിലും ചെയ്ത് കാണിക്കാൻ. എന്റെ ഇളയമ്മാവൻ തീപ്പെട്ടു പോയ എന്റെ അമ്മ റാണി ശ്വേതാമുഖിയുടെ ഇളയനുജൻ യശ്വന്ത് പേഷ്വ ശനിവാള രാജ്യത്തെ രാജാവാണ്. മഹാപീഠത്തോളം വരില്ലെങ്കിലും ശനിവാളയും കരുത്തുറ്റ രാജ്യമാണ്. അവിടെ നമ്മൾ അഭയം തേടും. എന്നിട്ട് നമ്മുടെ ജീവിതം ഈ വിധമാക്കിയ കപാലർക്കെതിരെ അമ്മാവനുമായി ചേർന്ന് ഒരു ദിനം പണം നയിക്കും. നമ്മൾ വഴിതെറ്റി പേരറിയാത്ത ഏതോ രാജ്യത്തെത്തി തോന്നുന്നു. എവിടെയാ നിന്റെ അമ്മാവന്റെ രാജ്യം? അമ്മേ, അതാ ഒരു ശിലാപുരം. അതിൽ സ്ഥലനാമം ഉണ്ടാവും. അയ്യോ, എന്താ മോളെ? അമ്മേ, നമ്മൾ അരിതാത്തിലെത്താണ് എത്തിപ്പെട്ടത്. ഇത് സുൽത്താന്റെ അന്തിമ സുരക്ഷാ പ്രദേശമാണ്. ഇവിടെ കാലുകുത്തുന്നവർ ശിക്ഷിക്കപ്പെടുന്ന. ഏത് സുൽത്താൻ? ആരുടെ അതിർത്തി? ചലിച്ചാൽ മരണം. ആരാണ് നിങ്ങൾ? മിർസ, ഖുത്ബുദ്ദീൻ മിർസ, ലോധി സുൽത്താൻ ബഹാദൂർ അക്കബറിന്റെ സേനാനായകൻ. എങ്ങോട്ടാണ് ഓടുന്നത് സുന്ദരി? സുൽത്താന്റെ അതീവ സുരക്ഷയുള്ള ഈ അതിർത്തി മണ്ണിൽ തടയപ്പെട്ടതിന് നിന്നെയും വൃദ്ധയെയും തടവിലാക്കിയിരിക്കുന്നു. ഇനി ഇവളെ കൊല്ലണോ തിരുവാണെന്ന് സുൽത്താൻ തീരുമാനിക്കട്ടെ. കൊണ്ടുപോ ഉലകുടയ സുൽത്താൻ അക്രം ഖാന്റെ സദസ്സിലേക്ക്. മഹാചക്രവർത്തി ബഹദൂർ അക്രം ഖാൻ ഏത് നിമിഷവും സദസ്സിൽ. ഈ രാജകവി ഫക്കീർ മൂസ എഴുതിയ പുതിയ പാട്ട് കേൾക്കാനാണ് അദ്ദേഹം വരുന്നത്. പാട്ടും പെണ്ണും അദ്ദേഹത്തിന് ഞരമ്പിനോടും ചോദ്യാണ്. നിങ്ങളുടെ കൂടെ വന്ന പെണ്ണുകളെ വേണ്ട, അത് സുൽത്താൻ വന്നിട്ട് മതി. അതുപോലെ അവൾ മുഖം വല കൊണ്ട് മറച്ചിട്ടാവണം നൃത്തം ചെയ്യണം. ഒടുവിൽ സുൽത്താൻ വന്ന് വല മാറ്റിയിട്ടാണ് പ്രതിഫലം നിശ്ചയിക്കുന്നത്. എന്തേ നിർത്തിയത്? പാട്ട് പഠിക്കട്ടെ. അത്
നിനക്ക് സമ്മതമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ അറിവിലേക്ക് വന്നാൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ നീ വന്നില്ലെങ്കിൽ നീ തുണിക്കട്ട് ഞാൻ ഈ ജാലകം വഴി പുറത്തേക്ക് ഇത് 3-ാം നിലയാണ്. കുഞ്ഞ് താഴെ എത്താൻ 6-7 മാസങ്ങളുണ്ട്. അതിനിടയിൽ നിനക്ക് താഴെ ചെന്ന് രക്ഷിക്കാം. താഴെ കരിങ്കല്ലിനെ കൂട്ടിയിട്ടിരിക്കുന്നത് മാറ്റിയിട്ടില്ല. അപ്പൊ കുഞ്ഞു പൂ പോലെ അതിൽ ചെന്ന് വീണോളും. എന്റെ കുഞ്ഞിനോട് ചെയ്യരുത്. ഞാൻ എന്ത് വേണേലും സമ്മതിക്കാം. ദൈവത്തോട് ഞാൻ എന്ത് വേണേലും സമ്മതിക്കാം. അതും നിനക്ക്. നീ നമ്മുടെ അറിയിലേക്ക് നാളെ നേരം വെളുത്ത് നമ്മുടെ കിടപ്പറയുടെ വാതിൽ തുറന്നു നീ പുറത്തു വരും. ഫക്കീർ കുഞ്ഞിനെ അവിടെ തരും. അവരെത്താൻ കഴിക്കുകയാണ്. ഇപ്പൊ നമുക്ക് നല്ല വിശപ്പ്. ആ നർത്തകിയുടെ ശരീരത്തോടുള്ള വിശപ്പ്. വിശപ്പുള്ളപ്പോഴോളം അന്നം കഴിക്കേണ്ടത്. സന്ദർശിക്കുന്നു. ആരാണ്? ഒരു കപാലൻ. കപാലൻ. ഈ പേര് നാം എവിടെയോ കേട്ടിട്ടുണ്ട്. മഹാവീര രാജ്യത്ത് മുഖ്യ പുരോഹിതനാണ്. പുരോഹിതൻ എന്താ സുൽത്താന്റെ മുമ്പിൽ കാര്യം? പ്രവേശിക്കാം. ഒന്നോളൂ. ഇങ്ങനെയല്ല പുല്ലകുട്ടയ്യ സുൽത്താൻ അക്രം കാര്യമാണെന്നുള്ളത്. മുട്ടുകുത്തി തലവും വിട്ട് ഇങ്ങനെ ആരായാലും സുൽത്താനെ വണങ്ങേണ്ടത് ഇങ്ങനെയാണ്. ഒന്നുകിൽ വണങ്ങും, ഇല്ലെങ്കിൽ മട്ടങ്ങ. സ്വന്തമായുള്ളവന് കൈത്തോട് കാട്ടി പ്രലോഭിപ്പിക്കുന്നു. പൊന്നും പണവും കുതിരകളും ഇവിടെ ആവശ്യത്തിലധികമുണ്ട്. പെണ്ണുണ്ട് തരാൻ. പെണ്ണോ? കേട്ടിട്ടില്ലേ? പെണ്ണൊന്ന് പെണ്ണ് 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 പെണ്ണ്. ഈ ഭാരതവർഷത്തിൽ ഏറ്റവും സുന്ദരികളായ പെണ്ണുങ്ങളുള്ളത് അങ്ങ് ഗാന്ധാരത്തും പിന്നെ നിങ്ങളുടെ മഹാപീഠത്തിലുമാണെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ കുറ്റവാളി ഞാൻ നിങ്ങൾക്ക് നൽകാം. പകരം മഹാപീഠത്തെ ലക്ഷണയുക്തകളായ 100 പെൺകുട്ടികളെ തരും. നമുക്ക് അവളെ വേണം. ഇനി ഒരു അംഗത്തിന് അവതാരം പിറവിക്കും നാം അവളെ വിട്ടു നൽകില്ല. മരം വെട്ടുമ്പോ പിന്നെയും മുളയ്ക്കാതിരിക്കാൻ കടക്കലല്ല, അടിവേര് സഹിതം വെട്ടണം. ഇതാ
മാനത്ത് നിന്നിറങ്ങി വന്ന അപ്സരസ് കീഴടക്കിലെടുത്തു. ഇതുപോലൊരു മുഖം ഞാൻ കണ്ടിട്ടില്ല. രാജ്യസഭ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഇവരെ നമ്മുടെ തടവലടക്കി ശേഷം എന്ത് വേണമെന്ന് നാം പിന്നെ പറയാം. ഇവരെ നമ്മുടെ തടവലടക്കി ഈ ലോധി സുൽത്താൻ ബഹാദൂർ അക്രമക്കാർ ഇന്നോളം കണ്ട പെണ്ണുങ്ങളല്ല വെറും പെൺകോളം കെട്ടിയ മനുഷ്യരൂപങ്ങളായിരുന്നു. ഇന്ന് നിന്നെ കണ്ട മാറി പടച്ചോനാണ് മായാമുഖി. ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്തൊരു വൈദ്യുത പ്രശ്നം എന്റെ കാൽ കീഴ് മുതൽ മുട്ടിനാട് വരെ ജ്വലിച്ചു നിന്നു. എന്റെ 2 റാണിമാരെ ഒഴിവാക്കി ഇന്ന് ഞാൻ എന്റെ പട്ടമഹിഷിയാകും. എന്റെ ഭാര്യയാകാമെന്നൊരു വാക്ക്. ഞാനൊരാളുടെ ഭാര്യയായിരുന്നു, അയാളുടെ മാത്രമായിരിക്കും ഞാൻ. എന്റെ വയറ്റിലൊരു കുഞ്ഞു വളർന്നുണ്ട്. എന്നോട് ഈ വിധത്തിൽ സംസാരിക്കരുതെന്ന് രാജ്യനിഷേധം നടത്തിയ കുറ്റത്തിനു കൂടി എന്നെ ശിക്ഷിച്ചുകൊള്ളു. 200 രാജ്യങ്ങൾ കീഴടക്കിയ സുൽത്താൻ നൽകുന്ന സൗഭാഗ്യത്തെയാണ് പുറം കാണുന്നത്. 200 അല്ല, ഈ 14 ലോകവും കീഴടക്കിയാൽ ഒരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കാൻ അത് മതിയാവില്ലെന്ന് ഇയാൾ പറഞ്ഞ് മനസ്സിലാക്കി. അവർ പോരാടട്ടെ. ശരീരം കീഴ്പ്പെടുത്താൻ അറിയാനിട്ടല്ല. പക്ഷെ നമുക്ക് നിന്റെ മനസ്സ് വേണം. 100 രാജാക്കന്മാരുടെ ചോര വീണ കറുത്ത് കരങ്ങൾ നിർത്തി മുട്ടുകുത്തി ഞാൻ നിന്നോട് യാചിക്കുന്നു. എനിക്ക് നിന്നെ മനസ്സോടെ നൽകാമെങ്കിൽ നീ ചോദിക്കുന്നത് എന്ത് തന്നു? എന്തും. ഉലകം കീഴടക്കിയൊരു ചക്രവർത്തിയെ ഇതിൽ കൂടുതൽ യാചകനാക്കേണ്ടതുമായ മതി. ശരീരവും മനസ്സും നമുക്ക് നൽകാൻ സമ്മതമാണ്. അല്ല എന്നാണെങ്കിൽ ഇയാളെ മറുപാടിലപ്പെടുത്ത പരസ്പരം സത്യം നീയും നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞും അടുത്ത വാഴക്കത്തിൽ അവസാനിക്കും. സമ്മതമാണ്. സമ്മതമാണെന്ന് എന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട്. അത് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം എന്നത് സമ്മതമെങ്കിൽ അങ്ങേക്ക് എന്റെ ശരീരം നൽകാൻ എനിക്ക് സമ്മതമാണ്. നിനക്ക് വേണ്ടി ഒരു ഗർഭകാലമൊന്നുമില്ല. ഈ അവസ്ഥ കാത്തിരിക്കാനും നാം തയ്യാറ്. ഗർഭകാലം കഴിയും വരെ ഇവരെ രണ്ടിനെയും അതേ തടവറയിൽ തന്നെ ഇട്ടേക്ക്. പ്രസവിച്ച് മാസം 1 കഴിഞ്ഞാൽ ഇവളെന്റെ ഭാര്യ. തടവറ തയ്യാറാവട്ടെ. എന്റെ തീരുമാനം ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അഭിമാനിച്ചിരുന്ന എനിക്ക് പോലും അറപ്പ് തോന്നുന്നുണ്ടാവല്ലേ? സുൽത്താനോട് ചിലത് സംസാരിക്കാനുള്ള നാളെ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും വരാം. നിന്റെ തീരുമാനം ഈ അമ്മയ്ക്ക് യോജിക്കാൻ കഴിയില്ല. ആരുടെയും യോജിപ്പ് എനിക്ക് ആവശ്യമില്ലമ്മേ. പിടിക്കരുത് അമ്മ എന്നല്ലേ. എന്റെ മകന്റെ ജീവനെയും വയറ്റിലേറി സുൽത്താനിൽ ശരീരം പങ്കിടാമെന്ന് നീ വാക്കു
അഭിസാരികമാർ പോലും ചെയ്യാനിറക്കുന്ന നെറികേട് സുൽത്താന്റെ റാണിയാവാമല്ലേ? ഒന്നും പറയണ്ട. ഇനി എനിക്ക് എന്റെ വഴികൾ, എന്റെ ന്യായം, ഞാൻ നിശ്ചയിക്കുന്ന നീതി. ഉച്ചി മുതൽ ഉടൻ അറുതി വരെ ജീവിതം നെടുക പിളർന്നു പോയവരുടെ ഊഴമാണെങ്കിൽ അതിൽ ശരീരം എനിക്കൊരു വിഷയമല്ല. വേണ്ട, ഞാൻ പറയാം. എന്റെ മനസ്സും ശരീരവും വേണമെന്ന അങ്ങയുടെ കൽപ്പന അംഗീകരിക്കാൻ എനിക്ക് 2 നിബന്ധനകൾ കൂടിയുണ്ട്. അത് പാലിച്ചാൽ മാത്രം എനിക്ക് സമ്മതം. ആലമ്പുഴയ സുൽത്താൻ ബാബൂർ അക്രം ഖാനോട് ഇന്നേ വരെ ഒരാളും നിബന്ധന വെച്ചിട്ടില്ല. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? പറയൂ, നീ പ്രസവിക്കുന്നവരെ കാക്കണമെന്ന് നാം അംഗീകരിച്ചാണ്. ഇനി എന്ത് നിബന്ധനയാണ് നിന്നെ നേടാൻ നാം പാലിക്കേണ്ടത്? എന്നെ 1 മാസത്തേക്ക് മോചിപ്പിക്കണം. അങ്ങേക്ക് 18 ലക്ഷത്തോളം വരുന്ന സൈനികരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ 30,000 സൈനികരെ എനിക്ക് 1 മാസത്തേക്ക് വിട്ടുതരണം. എന്റെ അച്ഛനെ കൊന്ന്, എന്റെ അമ്മയെ കൊന്ന്, ആദിവരെ കൊണ്ട് എന്റെ അനഘനെ കൊന്ന മഹാപീഠത്തിന്റെ പുതിയ പ്രജാപതി കപാലനെ കീഴടക്കണം. അതെന്റെ വിഷയമല്ല. സമ്മതമല്ലെങ്കിൽ അങ്ങേക്ക് എന്നെ കൊല്ലാം. നിനക്ക് വേണ്ടി കപാലൻ ഞാൻ തോൽപ്പിക്കാം. അതുപോലെ കണക്ക് തീർക്കേണ്ടത് എനിക്കാണ്, അങ്ങേക്കല്ല. യുദ്ധത്തിൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നാം എന്ത് ചെയ്യും? നിന്ന നിൽപ്പിൽ ഞാൻ മരിച്ചു പോയാലെങ്കിൽ എന്ത് ചെയ്യും? ശരി, പക്ഷേ നീ നമ്മെ ചതിക്കാതിരിക്കാൻ നിന്റെ കുഞ്ഞ് എന്റെ ആളുകളൊപ്പം ഉണ്ടോ? യുദ്ധം കഴിയുമ്പോൾ തിരിച്ചു വരും. ആരവിടെ മായാമുഖി ആവശ്യപ്പെടുന്ന പടകളില്ലേ? തന്റെ ജീവിതം തകർന്നവർക്കെതിരെ 8 മാസം മാത്രമായ ഒരു പെണ്ണ് നയിച്ച പ്രകമ്പനം കൊള്ളിച്ച യുദ്ധം. മായാമുഖിയുടെ നേതൃത്വത്തിൽ ഇരമ്പിയാർന്ന പട മഹാപീഠത്തിന്റെ പ്രതിരോധങ്ങളുടെ അടിവേറിളക്കി. ഗംഗാബായി കൊല്ലപ്പെട്ടു. കപാലസേന തലയിലും നെഞ്ചു പിളർന്നും വീണൊടുങ്ങി. 1.5 ആഴ്ച കൊണ്ട് യുദ്ധം മായാമുഖി ജയിച്ചു കഴിഞ്ഞു. അങ്ങേക്ക് മുമ്പിൽ ഞങ്ങളുടെ യുദ്ധതന്ത്രങ്ങളെ പാളി. അങ്ങ് യുദ്ധം ജയിച്ചു. ഇനി അടിയങ്ങളെ ശിക്ഷിക്കാതിരിക്കാൻ കരുണയുണ്ടാവണം. അതെ, അങ്ങയുടെ കണ്ടത്തിൽ വരാതെ എവിടേക്കെങ്കിലും ഓടിപ്പോകണം. രക്ഷിക്കണം. ആദ്യം ചെയ്ത കുറ്റങ്ങളേക്ക് പറയുക. അമ്മേ, ഈ കണക്ക് കൊല്ലങ്ങളെ പഴയതാ. അനകന്റെ പിതാവിൽ എപ്പോഴും ഞാനുമായി യുദ്ധത്തിലായതിൽ നിങ്ങൾ ചെയ്ത തെറ്റേറ്റ് പറയുക. കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രജാപതിയായിരുന്ന അമ്മയുടെ പിതാവിനോട് പ്രണയമൊത്തിയതും അമ്മയുടെ തലമൊട്ടയടിച്ച് പുള്ളി കുത്തിഞ്ഞ നാടുകളൊത്തിഞ്ഞതും ഓർക്കണം. കൊല്ലങ്ങൾക്ക് കഴിഞ്ഞ് ലക്ഷ്മണനെ ആളവിട്ട് കൊല്ലിച്ചതും രക്ഷിക്കണോ? എന്റെ നാട്ടോൾ മായാമുഖിയുടെ അമ്മ എങ്ങനെയാ കൊല്ലപ്പെട്ടത്? ഞാൻ പറയാം. സഹോദരി ഗംഗാബായി റാണിയാക്കാൻ ഈ അച്ഛൻ മഹാറാണിയെ വിഷം കൊടുത്ത് കൊന്നതാ. ഞാൻ പറയും, എനിക്കെന്നെ അറിയാമല്ലോ. പോരാട്ടതിന് എന്റെ മകനെയും പിതാവിനെയും കൊന്നു കളഞ്ഞു. കുറ്റങ്ങളേക്ക് പറഞ്ഞ സ്ഥിതിക്ക് ശിക്ഷയിലൊരു ഇളവ് ഞാൻ നൽകാം. പക്ഷെ അതിനൊരാൾ സാക്ഷി വേണം. അമ്മേ, അയാളെ വിളിക്കും. ശിവാജി. അതെ, ശിവാജി.
സ്വന്തം മകന്റെ കുരുക്കുകയർ മുറുക്കാൻ നിങ്ങളെ ഏൽപ്പിച്ച അതേ ശിവാജി കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ സ്ഥിതിക്ക് ശിക്ഷയിൽ ഞാൻ നൽകുന്ന ഇളവിതാണ്. ശിവാജി, ഞാൻ ഈ നാണയം മുകളിലേക്ക് ഇടുന്നു. നാഗപുത്ര വീണാൽ കപാലർ തൂക്കുമെടുത്ത് എന്ത് രക്ഷപ്പെടും. വരാഹപുത്ര വീണാൽ ബാജിറാവും. നാഗമുദ്ര കപാലർ തൂക്കുമെടുത്ത് എന്ത് രക്ഷപ്പെട്ടിരിക്കും. പറഞ്ഞു കൊടുക്കും ശിവാജി. എന്റെ മകനെ എന്നെ കൊണ്ട് കൊല്ലിച്ചത് പോലെ നിന്റെ മകനെ നീ തന്നെ കൊല്ലുക. ഞാൻ 5 വരെ ഉണ്ട്. അതിനുള്ളിൽ ഒരു തീരുമാനം വേണം. 1, കുതിർന്നവൻ വെള്ളം കുടിക്കും. 2, ചിന്തിച്ചു നിൽക്കാൻ നേരം. 3, തീരുമാനം വേഗത്തിൽ വേണം. 4, എങ്കിൽ കപാലരാവും. നമ്മുടെ മകൻ മരിച്ചതിൽ നമുക്ക് നീരാകരണമുണ്ടോ? എങ്കിലും തൂക്കുമരത്തിൽ നിന്ന് മടിയനെ രക്ഷിച്ചതിന് നന്ദി. നന്ദി. അടി എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോളാം. എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോളാം. കപാലരെ! അങ്ങ് പഠിപ്പിച്ചൊരു പാഠം അങ്ങ് മറന്നാലും ഞാൻ മറക്കില്ല. ശത്രു മുട്ടിക്കിടക്കുന്നത് ആരാണ് നമ്പരുത്. കപാലശാസ്ത്രം. അമ്മേ, എന്റെ കുഞ്ഞമ്മേ. ഇനി ഇവനാണ് രാജ്യത്തിന്റെ അവകാശം. മഹാപീഠത്തിന്റെ പുതിയ പ്രജാപതി. ഭാവി പ്രജാപതി അനക സൂര്യകുമാരൻ വാഴ്ത്തുക. ഭാവി പ്രജാപതി അനക സൂര്യകുമാരൻ. ഭാവി പ്രജാപതി അനക സൂര്യകുമാരൻ. സുൽത്താൻ ബഹാദൂറക്കം ഖാൻ കൊടുത്തയച്ചു. വിജയലഹരിയിൽ വാക്ക് മറന്നു പോകണ്ട. കുഞ്ഞിനെ മിർസ കൊണ്ടുപോകും. നാമുമായി ശരീരം കൊണ്ട് സന്ധിച്ച ശേഷം തിരികെ നൽകും. എതിർത്താൽ മിർസയുടെ കയ്യിൽ വിഷമൊളിപ്പിച്ച സൂചിബാണം കുഞ്ഞിൻ്റെ ഉയിരെടുക്കും. കുഞ്ഞിനെ മിർസ ഏൽപ്പിച്ച് എത്രയും വേഗം വാക്ക് പറഞ്ഞ പ്രകാരം കൊട്ടാരത്തിലെത്തുക.
മഹാപീഠത്തിന്റെ കുമാരി മായാവതി അങ്ങനെ ലോധി സുൽത്താൻ ബഹാദുറക്കും കന്യനാകും. കരുണാമയനായ സർവലോക രക്ഷിതാവേ, നിനക്കാകുന്നു സർവസ്തുതി. നിന്റെ മുഖത്ത് എന്താണ് സന്തോഷമില്ലാത്തത്? ഇനി നമ്മുടെ സാമ്രാജ്യം നിന്റേത് കൂടിയാണ്. വരും, നമ്മുടെ കരവലയത്തിലേക്ക്, നമ്മുടെ ശരീരം. ഇടങ്കയിൽ എന്താണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. ഉണ്ട്. ഒരു യോദ്ധാവിന് മറുഭാഗത്തു നിന്നുള്ള ചെറു ചലനങ്ങൾ പോലും മനസ്സിലാകും. എന്താണ് കൈകൾ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഇത് കഴിവതുന്ന കൊടിവിഷമുള്ള കാര്യമല്ലേ? ആദ്യം ബോധപ്പെടുകയും പിന്നീട് മരിക്കുകയും ചെയ്തും മഹാവിഷം. എന്തിനാണ് നിനക്ക്? എന്നെ കൊല്ലാനോ? എനിക്കുള്ളതാണ്. എന്തിനാണ് നിനക്ക്? വാക്കിന് വിലയുള്ള പെണ്ണെടുത്തിയാണ് ഞാൻ. എന്റെ പ്രതികാരം വീട്ടാൻ എന്നെ സഹായിച്ചതിന്, വാക്ക് പറഞ്ഞതിന് പ്രകാരം അങ്ങയുടെ അറിയിൽ ഞാൻ വന്നു. അങ്ങനെ തൊടുന്ന നിമിഷം ഞാനിത് കഴിക്കും. ജലസമാനമായ എന്റെ ശരീരത്തിൽ അങ്ങേക്ക് എന്തുമാവാം. അങ്ങനൊരുത്തൻ സ്പർശിച്ചാൽ പിന്നെ ഒരു നിമിഷം ജീവിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാണ് ഈ വിഷം. ഈ ഭാരതവർഷത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിമാരിൽ ഒരാളാണ് നാം. ഒരായുസ് കൊണ്ട് കണ്ടുതീരാത്ത പ്രവിശാലമായ ഭൂമിക്കുടയും ഇത്രയും സമ്പത്തും പ്രതാപവും നൽകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തോട് ചേരാൻ വിസമ്മതിക്കുന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. അത് അങ്ങ് ഭാരതത്തിലെ ആത്മാഭിമാനമുള്ള സ്ത്രീകളെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തോന്നുന്നത്. പണവരവും മരണഭയവും കൊണ്ട് മടിക്കു കഴിച്ചു പോകുന്ന പാവം പെണ്ണുങ്ങളെ മാത്രം കണ്ടു ശീലിച്ചെന്നെ മായാമുഖി ആ കൂട്ടത്തിൽ പെടില്ല. പെടുത്താൻ എനിക്ക് കഴിയില്ല. എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല മായാമുഖി. എനിക്ക് എന്നെ നന്നായി മനസ്സിലാവും. ഉടല് പങ്കിട്ട പ്രിയപ്പെട്ടവരെ കൊന്നവരോട് പ്രതികാരം വിട്ട് ഉടലുകൊണ്ട് തന്നെ കരാറപ്പെട്ട പെണ്ണാണ് ഞാൻ. ഇതാ നിൽക്കുന്നു മായാമുഖിയുടെ ഉടൽ. അത് മാത്രമേ അങ്ങേക്ക് ലഭിക്കൂ. അവളുടെ മനസ്സോ സമ്മതമോ ലഭിക്കില്ല. ഇനി താമസം എന്തിനാണ്? നിന്റെ ശരീരം കുതിച്ച് ആർത്തിയോടുന്ന കാമാതുരായ സുൽത്താനായിട്ടല്ല ഞാനിപ്പോഴും കൈക്ക് പിടിച്ചിരിക്കുന്നു. പെണ്ണെന്ന വാക്കിന്റെ അന്തസ്സവും ആഴവും എന്നെ പഠിപ്പിച്ച നീ മരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനായ എണ്ണിയാലൊടുങ്ങാത്ത പെണ്ണുങ്ങളെ എന്നെ കാവലേൽപ്പിക്കാൻ പാത്രമാക്കി. പക്ഷേ ഭാരതത്തിലെ പെണ്ണെന്താണെന്ന് പഠിപ്പിക്കാൻ ഒരു മായാവതി വേണ്ടു. നിമിഷങ്ങൾ കൊണ്ടൊരുവരെ ആഹ്ലാദ ചൂടം മാറ്റാൻ എന്തിന്ദ്രജാലമാണ് മായാവതി നീ കാട്ടിയത്? എന്റെ അനഘനോടും അവന്റെ ഓർമ്മകളോടുമുള്ള കളങ്കമില്ലാത്ത പ്രണയം. നിന്നെ ഞാനിതാ സ്വതന്ത്രയാക്കുന്നു. നിനക്ക് മഹാപീഠത്തിൽ നിന്ന് നിന്റെ കുഞ്ഞിന് അനന്തരാവകാശിയെ പ്രഖ്യാപിച്ച് മഹാപീഠത്തിന്റെ റാണിയായി ഭരിക്കും. നിന്റെ ചങ്കുറ്റത്തിന് മുമ്പിൽ യഥാർത്ഥ ഭാരത സ്ത്രീയുടെ തീത്തിളക്കമാർന്ന ആത്മാഭിമാന ബോധത്തിന് മുമ്പിൽ നാം ഇതാ മുട്ടുകുത്തി അഭിവാദ്യം ചെയ്യും. എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നത് എന്റെ ഉടവാണ്. ഒരു കൂടപ്പറപ്പിരുന്നോളൂ നിനക്ക് ഞാനിതാ സമ്മാനിക്കുന്നു.
രക്തസാക്ഷികൾക്കായി ഇനിയുള്ള കാലം ഞാൻ മഹാപീഠം ഭരിക്കും. കാലമേ നന്ദി.